ആൾക്കാരെ പറ്റിച്ച് കിട്ടുന്ന പൈസ വാങ്ങി നാക്കിയിട്ട് ഇവർക്കൊക്കെ എങ്ങനെയാണ് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? നമ്മുടെ നാട്ടിലെ സോ കോൾഡ് സെലിബ്രിറ്റീസിനെ കുറിച്ചും ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോ ദിവസവും ഇവർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ബ്യൂട്ടി പ്രോഡക്ട്സിന് കയ്യും കണക്കുമില്ല. കുറച്ചു കാലമായി ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ കീച്ച് വീർപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു സോപ്പാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഘർ സോപ്പ് എന്നാണ് ഇതിന്റെ പേര്. തൂക്കിയല്ലോ നാദാ. ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. എന്താ ജാസ്മിനെ, പ്രൊമോഷൻ വീഡിയോ തുടങ്ങുന്നതിന് ഒരു ഭൂലോക നുണ കൊണ്ടാണല്ലോ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഒരു സോപ്പ് വെച്ച് കുളിച്ചാൽ ടാൻ റിമൂവ് ആകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ നമ്മൾ കുളിക്കുമ്പോൾ വെറും സെക്കൻഡുകൾ കൊണ്ട് മാത്രം ദേഹത്ത് തേക്കുന്ന സോപ്പ് കൊണ്ട് ശരീരത്തിലെ ടാൻ ഒന്നും നീങ്ങി പോകത്തില്ല. കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ ഒന്ന് ജനിച്ചു. ഇത് തടയാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ മാക്സിമം ഒഴിവാക്കുക. വെയിലത്ത് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പ്രോപ്പർ ആയ ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലാതെ കണ്ട സോപ്പ് ഒന്ന് വാങ്ങി തേച്ചത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോ എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും. ഡിഫറെന്റ് ആയ ലൈറ്റിനിങ് കണ്ടീഷനിൽ എടുത്ത ഫോട്ടോസ് ഡേ 1 ഡേ 2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ആളുകൾ വിശ്വസിക്കുമെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. അതൊക്കെ പണ്ട്. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഷെയർ ചെയ്ത് ഞാൻ കണ്ടു. എവിടെ കണ്ടു? ഒന്ന് കാണിച്ചു തരാൻ പറ്റും? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ ഗർ സോപ്പിനെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ അല്ലാതെ ഞാനൊന്നും എവിടെയും കണ്ടിട്ടില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഉടായിപ്പാണ്, ആരും വാങ്ങരുത്. അടിപൊളിയാണ്, എല്ലാവരും മേടിക്കും. എന്നിട്ട് എന്നെ പോലെ ഊമ്പി തെറ്റി നടക്കും. ജാസ്മിനെ കണ്ടത് പെയ്ഡ് റിവ്യൂകളും ബോട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫേക്ക് കമന്റുകളും ഒക്കെ ആയിരിക്കും. അല്ലാതെ ജെനുവിൻ ആയിട്ടുള്ള പോസിറ്റീവ് കമന്റുകളൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും കൂടെ അടിച്ച് വിടന്നെ. ടാനിങ് റിമൂവ് ചെയ്യാൻ സ്കിൻ എക്സോലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ സോപ്പ് സ്കിന്നെ ഡാമേജ് ചെയ്യാതെ വളരെ ജെന്റിലായി ചെയ്യും. ഉണ്ട ചെയ്യും. ദേ അടുത്ത നോണ. കേൾക്കാൻ നല്ല രസമുണ്ട്. അമലാപ്പോൾ ഇപ്പൊ ചന്ദ്രിക സോപ്പ് ഒഴിവാക്കി ഗർ സോപ്പിന് പിന്നാലെയാണ്. കൂട്ടുകാരായിട്ടുള്ള റിയയുമായ ആള് തെറ്റിപ്പിരിഞ്ഞെന്ന് തോന്നുന്നു. അല്ല, റിയ ആണെങ്കിലും അമലയ്ക്ക് ചന്ദ്രിക സോപ്പ് സജസ്റ്റ് ചെയ്തിരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നിങ്ങൾ പെർഫ്യൂം വാങ്ങിക്കാനിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂം വാങ്ങിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സോപ്പിന്റെ ഫ്രേഗ്രൻസ് അടിപൊളിയാണ്. ഇങ്ങനെ മണക്കല്ല, ആ സോപ്പ് മൂക്കിനുള്ളിൽ കയറി പോകും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. രക്തചന്ദനം, കുങ്കുമപ്പൂവ്, ആട്ടുംപാല്, പിന്നെ നല്ല വെളിച്ചെണ്ണ. ദാറ്റ് മേക്സ് ദ സോപ്പ് സ്മെൽസ് ഡിവൈൻ. ആട്ടിൻപാലൊക്കെ ഉണ്ട് അത്ര. ആട്ടിൻപാൽ ഉണ്ടായതുകൊണ്ടാണ് പോലും ഇത്ര നല്ല സ്മെൽ. ആട്ടിൻപാല് കുടിച്ചവർക്ക് അറിയാം അതിന്റെ ചൂരി. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഞാൻ പോകുന്നു. ബൈ.